വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. നിയമ ഭേദഗതികളിലെ വിവാദ വകുപ്പുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. തർക്കം തീരുന്നതുവരെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടു. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരം തടഞ്ഞു. വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീംകോടതി നീട്ടി. എന്നാൽ മുസ്ലിം ഇതരർക്കും വഖഫ് ബോർഡ് അംഗങ്ങളാകാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഡി ധനസുമതി വിവരങ്ങളുമായി ചേരുന്നു. സുമത്, ഈ ഇടക്കാല വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്നുള്ള മറ്റു വിശദാംശങ്ങൾ? പ്രധാനമായും ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ ആശങ്കകൾക്ക് വലിയൊരു പരിധിവരെ ആശ്വാസം നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ 5 വർഷം മുസ്ലിമായി ജീവിച്ച ആൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു. ഇതിനനുസരിച്ചുള്ള കൃത്യമായ ചട്ടങ്ങൾ നിങ്ങൾ നിയമത്തിൻ്റെ ഒപ്പം പാസ്സാക്കിയിട്ടില്ല. ഇതിൽ കൃത്യമായ ഒരു അവ്യക്തത നിഴലിക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഈ ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാർ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ തർക്കത്തിൽ പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഈ തർക്കപരിഹാരം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം ഒരു ജുഡീഷ്യൽ പവറാണ്. അത് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പകരം ഒരു സർക്കാരിൻ്റെ ആളുകൾ തന്നെ, അതായത് സർക്കാരിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഭൂമിയാണോ അതോ വഖഫ് ഭൂമിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കും എന്നൊരു കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഒരു അതിര് കടന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം, കാരണം വഖഫിൻ്റെ സ്വഭാവം ഒരു കാരണവശാലും മാറ്റരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കൃത്യമായി രജിസ്ട്രേഷൻ നൽകണം, രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അടുത്ത നിയമ നടപടി അല്ലെങ്കിൽ വഖഫ് അല്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് കേവലം ഉത്തരവിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് പുതിയ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചുരുക്കി പറയാം, രക്തം ചിന്താതെ തന്നെ മാംസം മുറിച്ചെടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്ന എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് ഹർജിക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഒരു മിനിമം അംഗങ്ങൾ, അതായത് 2-ൽ കുറയാത്ത അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്, ആ മിനിമത്തിന് പകരം കോടതി കൃത്യമായി ഒരു അടപ്പിട്ടിരിക്കുകയാണ്. ആ ക്യാപ്പ് നൽകിയിരിക്കുന്നത് മാക്സിമം 3 ബോർഡുകളിൽ 3, കൗൺസിലിൽ 4 അംഗങ്ങൾ, അതിനപ്പുറത്തേക്ക് പോകരുത്. അതായത് വഖഫിൻ്റെ ഒരു മതസ്വഭാവം കൃത്യമായി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.